ഒരു പ്രമുഖ കമ്പനിയായ BK മാനുഫാക്ചേഴ്സിന്റെ ഓഫീസിൽ ഒരു എംപ്ലോയി ആയി ജോലി ചെയ്തു വരികയായിരുന്നു അർജുൻ. 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിവാഹിതനായ ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. അന്നത്തെ ദിവസം അർജുന്റെ പ്രൊജക്ടിന്റെ ഡെഡ്ലൈൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അയാൾ ഓഫീസ് ടൈമിന് ശേഷവും ഇരുന്ന് ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ഒരുവിധം അർജുൻ തന്റെ പ്രൊജക്ട് തീർത്ത് സബ്മിറ്റ് ചെയ്തു. അർജുൻ തന്റെ ഫോണിൽ നോക്കി. സമയം 7:30 കഴിഞ്ഞു. പക്ഷെ എന്തൊക്കെയായാലും ഇത് തലേന്നൊന്ന് ഒഴിവായി കിട്ടിയല്ലോ. ആവൂ, സമാധാനമായി. തന്റെ പേപ്പർ വർക്ക്സ് ഒക്കെ തീർത്തതിന് ശേഷം അർജുൻ തന്റെ വീട്ടിലേക്കെത്തി. ജോലി ചെയ്ത് ക്ഷീണിച്ച അർജുൻ നേരെ പോയി നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചു. കുളിച്ചതിന് ശേഷം അർജുൻ തന്റെ TV ഓണാക്കി. അതിൽ തന്റെ പ്രിയപ്പെട്ട ആക്ഷൻ സിനിമയായ റെബല്യൺ കണ്ടു. അതിനുശേഷം അർജുൻ തന്റെ ബെഡ്റൂമിലേക്ക് നടന്നു. ഒരു ദീർഘശ്വാസം എടുത്ത് തന്റെ ബെഡിലേക്ക് വീണു. അടുത്ത് കിടക്കുന്ന തലേണയെയും കെട്ടിപ്പിടിച്ച് അർജുൻ തന്റെ ഭാര്യയെ പറ്റി ആലോചിച്ചു. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെയാണ്. ഭദ്രയുമായുള്ള കല്യാണവും കണ്ടുമുട്ടലുമൊക്കെ. അർജുൻ ഉറങ്ങാൻ തുടങ്ങി. ഭദ്രയ്ക്ക് 22 വയസ്സ് പ്രായം. ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. ഹോസ്റ്റലിൽ നിന്നാണ് പഠിത്തം. അതുകൊണ്ട് തന്നെ അർജുനിൽ നിന്ന് ഒരുപാട് അകലെയാണ്. പക്ഷെ മനസ്സുകൊണ്ട് അവർ ഒന്നാണ്. രാത്രി കൃത്യം 2 മണി. ഫോൺ അടിക്കുന്നു. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ഫോൺ നോക്കിയപ്പോൾ അത് ഭദ്രയായിരുന്നു. ഞെട്ടലോടെ അർജുൻ കോൾ അറ്റൻഡ് ചെയ്തു. അത് ഞാനല്ല, വാതിലൊരിക്കലും തുറക്കരുത്, അത് ഞാനല്ല. അർജുൻ തിരിച്ചു പറഞ്ഞു. എന്താ ബേബി നീ പറയണേ? ആരോ വാതിലിൽ മുട്ടുന്നു. അർജുൻ വാതിലിനടുത്തേക്ക് നടന്നു. ബേബി, ഇത് ഞാനാ, വാതിൽ തുറക്ക്. അർജുൻ ഞെട്ടി. ഭദ്രയല്ലേ ഇപ്പൊ എന്നോട് ഫോണിലൂടെ സംസാരിച്ചത്? അപ്പോ പുറത്താരാ? വാതിലിൽ ഉറക്കം മുട്ടാൻ തുടങ്ങി. അർജുൻ, മര്യാദയ്ക്ക് വാതിൽ തുറക്ക്. അർജുന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. തന്റെ എല്ലാ ധൈര്യവും സംഭരിച്ച് അർജുൻ കീഹോളിലൂടെ നോക്കി. അവിടെ ആരും ഇല്ലല്ലോ. പെട്ടെന്ന് തന്റെ ഫോണിലൂടെ അലർച്ച കേട്ടു. അപ്പോൾ പുറത്തുനിന്നും ഒരു ചിരി കേട്ടു. വീണ്ടും ഒരിക്കൽ കൂടി അർജുൻ കീഹോളിലൂടെ നോക്കി. പൈശാചികമായ ആ കൈകൾ അവൻ കണ്ടു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും രാത്രി കൃത്യം 2 മണിക്ക് ആരും ഇല്ലാത്ത വിജനമായ ആ വീട്ടിൽ നിന്നും ആരുടെയൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാമത്രേ. ബേബി, ഇത് ഞാനാ, വാതിൽ തുറക്ക്.